മഹനീയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നതായ വിഷയം യേശുക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ചാണ്. ഇത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ തിരുവചനത്തിൽ നിന്നും യേശു ഞങ്ങളെ പഠിപ്പിച്ചതായ ഉപമകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നതായ അർത്ഥം മനസ്സിലാക്കി തരുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം. യേശുവിൽ കൂടി താഴ്മയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നത് യേശുവിൻ്റെ ഉപമകളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അവരോട് പല കാര്യങ്ങളും സംസാരിച്ചു. എന്നാൽ താൻ ഉപമകളിലൂടെ സംസാരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകം പഠിക്കുന്ന ഏവർക്കും അറിയാം. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗീയമായതിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ ഈ ഭൂമിയിൽ വന്നത്. സ്വർഗീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകാതെ വന്നപ്പോൾ ഭൗമികമായ കാര്യങ്ങളെ സ്വർഗീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി താൻ ഉപമകളിലൂടെ പഠിപ്പിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അനവധിയായ ഉപമകൾ പറഞ്ഞു എന്ന് നാം വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കൂടി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അത് അനവധിയായ ഉപമകളുണ്ട്. എന്നാൽ ഏതാനും ചില കാര്യങ്ങൾ നാം പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 34-35 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായു തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞ് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. യേശുക്രിസ്തുവിൻ്റെ പഠനം അത് നമുക്ക് അറിവ് തരുന്നതായിരുന്നു. എന്നാൽ ഈ അറിവ് പ്രാപിക്കുന്നത് എപ്രകാരമാണെന്ന് ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, നാം ചെവി കൊണ്ട് കേൾക്കുന്നു, അതുപോലെ നാം വായിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതൊക്കെയും ചെയ്യുമ്പോൾ അറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബുദ്ധിയിലേക്ക് പോകുന്നു. അത് അവിടെ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തുന്നു. എന്നാൽ ഈ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ കുറെ കൂടി നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില സാധനാപാഠങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് നമുക്കറിയാം. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു. അതിൽ അനവധിയായ കാര്യങ്ങൾ കാണുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? പാപത്തിൻ്റെ ഉത്ഭവത്തിന് ശേഷം ഇതിൽ വലിയൊരു ഉള്ളതായിട്ട് നാം കാണും. എന്താണ് ഈ മാറ്റമുണ്ടായത്? അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 1:21-25 വാക്യം വായിക്കുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ നിരൂപണങ്ങളിൽ ഉണ്ടായ ഒരു വലിയ വ്യതിയാനമാണ്. സൃഷ്ടിതാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ സൃഷ്ടിയെ പുകഴ്ത്തുന്നതായ, സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു പ്രവണത. അതെ, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു താമര പറിച്ചു. ആ താമര ഒരു ശിശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് പ്രകാരം പറയുകയാണ്. അതായത് മനുഷ്യൻ്റെ വിചാരങ്ങളിൽ എപ്രകാരം മനുഷ്യൻ വിചാരിക്കുന്നു അതിനപ്പുറമായിട്ടുള്ളതായ ഒരു കാര്യമാണ് യേശുക്രിസ്തു പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:28 മുതൽ 33 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതായത് ഭൗമികമായ മനുഷ്യൻ്റെ താല്പര്യം പലതാണ്. എന്നാൽ ഈ പലതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുക എന്നുള്ളത്. അതുപോലെ അധ്വാനം, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ
ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് പ്രത്യേകിച്ച് അറിയാം, മോടി വസ്ത്രധാരണത്തിന് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. ഇന്ന് നാം ഈ ദേശത്തുള്ള അനേക കമ്പോളങ്ങളിൽ പോവുകയാണെങ്കിൽ തുണി വ്യാപാരം എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സാണ്, വലിയ വ്യാപാരമാണ്. അവിടെ മനുഷ്യൻ്റെ ഒരു കടയിൽ കയറിയാൽ, ഒരു തുണി കടയിൽ കയറിയാൽ അവിടെ മനുഷ്യനെ ആകർഷിക്കുന്ന രീതിയിൽ അനവധിയായ നിറങ്ങളോടുകൂടിയ അല്ലെങ്കിൽ അനവധിയായ വ്യത്യസ്തമായ തുണി അല്ലെങ്കിൽ പല ക്വാളിറ്റിയിലുള്ളതായ തുണികൾ നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അതിനുള്ള വിലയോ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പലതാണ്, ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നു? അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രത്യേകിച്ച് ജ്ഞാനിയായ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ, ജ്ഞാനിയായ ശലോമോൻ വലിയ മഹത്വമുള്ള വ്യക്തിയായിരുന്നു. ആ കാലത്ത് ജീവിച്ചിരുന്ന രാജാക്കന്മാരിൽ ഉന്നത സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു സ്ഥാനമാണ് ദൈവം തൻ്റെ സൃഷ്ടിയിൽ കാണുന്നതായ ഈ താമരയ്ക്ക് കൊടുത്തത്. അതെവിടെയാണ് വളരുന്നത്? അത് വളരുന്നത് ചേറിലാണ്. ആ ചേറിൽ വളരുന്ന താമരയ്ക്കുള്ളതായ അതിൻ്റെ സൗന്ദര്യം അത് വളരെ വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. അപ്പോൾ ഈ ഉപമകളിലൂടെ യേശുക്രിസ്തു അവരെ പല കാര്യങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. അത് ആദ്യകാലങ്ങളിൽ യേശുക്രിസ്തു താൻ അവരോട് എല്ലാ കാര്യവും വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ട് പറഞ്ഞു. എന്നാൽ അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച്, അവരുടെ ആ പ്രവണതയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറയുകയുണ്ടായി. വീണ്ടും മത്തായിയുടെ സുവിശേഷം 13 മുതൽ 15 വരെയുള്ള വാക്കുകൾ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ അവൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. കാരണം നിങ്ങൾ ചെവിയാൽ കേൾക്കുകയും ഗ്രഹിക്കില്ലതാനും കണ്ണാൽ കാണും ദർശിക്കുകയില്ലതാനും നിൻ്റെ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർക്ക് കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതെന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവയിൽ നിവൃത്തി വന്നു. അപ്പോൾ അവർ പല കാര്യങ്ങളെ കണ്ടിട്ടും കാണാതെ നടിക്കുന്നു, കേട്ടിട്ടും അത് ഗ്രഹിക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരോട് ഉപമകളായി പറഞ്ഞത്. അപ്പോൾ ആ ഓരോ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ചെല്ലുവാൻ തക്കവണ്ണമാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. എന്നാൽ താൻ പല കാര്യങ്ങളും വളരെ ലളിതമായി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ അവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഉപമകൾ ഉപയോഗിച്ചത് എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്നതായ ജനം പലതരത്തിലുള്ളതായ ആൾക്കാരായിരുന്നു. അവരുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ, അതായത് യേശുക്രിസ്തുവിനെ എങ്ങനെ കുടുക്കിൽ വീഴിക്കാം, അല്ലെങ്കിൽ അവനെ എപ്രകാരം കുറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കും, അതിനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ട് ആയിരുന്നു അവിടെ കൂടിയിരുന്ന അനവധി പേരും. കാരണം അവരുടെ മനസ്സിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു മുൻവിധി ഉണ്ടായിരുന്നു. യേശുക്രിസ്തു സാധാരണ മനുഷ്യനാണ്, അല്ലെങ്കിൽ താൻ അവകാശപ്പെടുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. അപ്പോൾ അവൻ എങ്ങനെയും കുടുക്കി പിടിച്ച് അവനെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതായൊരു വഴി അവർ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ അങ്ങനെയുള്ളവരോട്, പ്രത്യേകിച്ച് പറയുന്ന പരീശന്മാരോട് യേശുക്രിസ്തു അവരുടെ പൊള്ളയായ വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ഈ ഉപമകളൊക്കെയും ഉപയോഗിച്ചു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. കാരണം താൻ പറഞ്ഞ ഓരോ കാര്യത്തിലും അവരുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ അവരുടെ പുറമോടിയായ കാര്യങ്ങൾക്ക് വിപരീതമായത് ശരിയല്ല. അതായത് അവരുടെ സ്വഭാവത്തിലുള്ള ദോഷത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന കാര്യമെങ്കിലും ആ ഓരോ ഉപമകളിലൂടെയും താൻ അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം നമുക്കറിയാം ഈ മനുഷ്യൻ്റെ പ്രവണതയെക്കുറിച്ച് മുമ്പേ ഞാൻ റോമാലേഖനത്തിൽ വായിച്ചു. വീണ്ടും റോമാലേഖനം 1:20 ഞാൻ വായിക്കുന്നത്, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വെളിപ്പെട്ട് വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. അപ്പോൾ യേശുക്രിസ്തു താൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾക്ക് അറിയുകയില്ല എന്ന് പറയുവാനുള്ള ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാകില്ല. കാരണം അത്രമാത്രം
വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ നിത്യശക്തിയെയും ദിവ്യത്വത്തെക്കുറിച്ചുമുള്ള ലക്ഷണങ്ങൾ, അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ തൻ്റെ പ്രവൃത്തിയിൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ട് വരുന്നതിന് വേണ്ടി ദൈവം ഈ കാര്യങ്ങളൊക്കെയും അവരോട് സംസാരിച്ചു എന്ന് നാം പഠിക്കുകയാണ്. ഇനിയും വേറൊരു കാരണം പറയുന്നത്, അത് യേശുക്രിസ്തു ഉപമകളിലൂടെ അവരെ പഠിപ്പിച്ചതിൻ്റെ ഒരു കാരണം, അതായത് അതൊരു ഉയർന്ന വിദ്യാഭ്യാസമായിരുന്നു. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യന് വളരെയധികം പഠിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെയും അവരുടെ ഭാരക്കെട്ടുമായിട്ട് അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന പുസ്തകങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ അത് അനവധിയായ വിഷയങ്ങൾ വളരെ നന്നായിട്ട് പഠിപ്പിക്കാൻ തക്കവണ്ണമാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്, വിദ്യാഭ്യാസ മേഖല. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു വിദ്യാഭ്യാസമാണ് യേശുക്രിസ്തു തൻ്റെ ഉപമകളിലൂടെ അവർക്ക് നൽകിയത്. കാരണം ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഈ സൃഷ്ടിയിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായ കാര്യത്തെ മനുഷ്യനെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഉള്ളൊരു പരിശ്രമമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അതായത് നമുക്കറിയാം സാധാരണ പ്രഥമ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല കഴിഞ്ഞു, പിന്നെ അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസം, പിന്നെ അതിനുശേഷം റിസർച്ച് അല്ലെങ്കിൽ വളരെ അന്വേഷണം നടത്തുന്നതായ ഒരു പ്രവണത. അതായത് നമുക്കറിയാം 10 ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി, പിന്നെ അതിനുശേഷം മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BA, അതിനുശേഷം പിന്നെ MA, ആ ഒരു രീതിയിൽ പിന്നെ PhD എന്നിങ്ങനെ രീതിയിലാണല്ലോ വിദ്യാഭ്യാസം പോകുന്നത്. എന്നാൽ അവർ ചെയ്യുന്നതായ പഠനം ആദ്യമായിട്ടുള്ളതെല്ലാം ബേസിക്കാണ്. അതിനുശേഷം പിന്നെ പോകുന്നത് എന്താണ്, കുറേ കൂടി ആഴമായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം പ്രീ ഡിഗ്രി ലെവൽ വരുമ്പോൾ ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. അതിനുശേഷം എന്താണ് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ അങ്ങനെ തിരിയാണ്, BCom എന്നിങ്ങനെ പറയുന്ന മേഖലയിലേക്ക് തിരിയാണ്. ഇനി അതിനുശേഷം ചിലർ കുറേ കൂടി പ്രൊഫഷണലായിട്ട് പഠിക്കുന്നതിന് വേണ്ടി എൻജിനീയറിങ്ങും അല്ലെങ്കിൽ മെഡിസിനും അങ്ങനെയൊക്കെ പോകാറുണ്ട്. ഇനി അതിനേക്കാൾ ഉപരി പിന്നെ പ്രത്യേകിച്ച് കാറ്റഗറി തിരിക്കുമ്പോൾ MA പഠിക്കുന്ന, അതായത് മാസ്റ്റർ ഉള്ള ഒരു ലെവലിൽ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് PhD. അപ്പോൾ ഈ PhD ലെവലിലുള്ള പഠിത്തത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്നറിയാമോ, അവർ പഠിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ അധികമായി ആഴമായിട്ട് പഠിക്കുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ശകലം വിവരിപ്പാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അതായത് 1980 ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യായിരുന്നു. ആ അവസരത്തിൽ സാധാരണ ഒരു പാസ്റ്ററുടെ ചുമതല എന്നുള്ള വ്യവസ്ഥയിൽ ചുറ്റുപാടുകളുമായി പരിചയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ PhD പഠിക്കുന്നതായ ഒരു മഹിളയുമായി സംസാരിപ്പാണ്ടൊക്കെ എനിക്കിടയായിത്തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ, നിങ്ങളെന്താണ് PhD പഠിക്കുന്നത്, അല്ലെങ്കിൽ അവർ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുകയാണ്. അപ്പോൾ ഞാൻ കേട്ട കാര്യം പറയുകയാണ്, അവർക്കൊരു ഗൈഡുണ്ട്, അവർക്ക് കാര്യവട്ടത്തുള്ളതായ സ്ഥാപനത്തിൽ ഒരു പ്രൊഫസർ അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെന്താണ് പഠിക്കുന്നത് എന്നിങ്ങനെയുള്ള വിഷയം ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒരു പ്രത്യേകതരം മത്സ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം മത്തി, അയല എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് അവർ പറഞ്ഞ ഒരു പ്രത്യേക മീനിൻ്റെ കാര്യം എന്തോ, ഞാൻ ആ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക മത്സ്യം കേരളത്തിലുണ്ട്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഭാഗങ്ങളിലുണ്ട്, അതുപോലെ ഫിജിയൻ ഐലൻഡുകളിലുണ്ട്. അപ്പോൾ അവരതിനെക്കുറിച്ച് വളരെ ആഴമായ ഒരു പഠനം നടത്തുകയാണ്. അപ്പോൾ ആ പഠനം നടത്തുമ്പോൾ അവർക്ക് അവരുടെ ചില ഫ്രണ്ട്സ് ഈ മത്സ്യം ഇവിടുന്നൊക്കെ അയച്ചു. അതിൻ്റെ സ്പെസിമെൻ വളരെ കാര്യമായിട്ട് പഠിച്ചു. അതിൻ്റെ ജീവിത രീതി, അതിന് കഴിക്കുന്ന ആഹാരത്തിൻ്റെ രീതി, അതിന് പിറക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെ കാര്യമായ ഒരു വലിയൊരു പഠനമാണ് പഠിക്കുന്നത്. അവർ ഏകദേശം 7 വർഷത്തോളം അവരെവിടെയോ ജോലി ചെയ്യുന്നുണ്ട്, പാർഷ്യലായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടുന്ന സാഹചര്യത്തിൽ അത് എന്താണ് പഠിക്കുന്നതിനെക്കുറിച്ച് അവർ പഠിക്കുന്നത് വളരെ ആഴമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് PhD വിദ്യാഭ്യാസം. അതായത് ചെറിയൊരു വിഷയത്തെക്കുറിച്ച്, ഒരു മത്സ്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അത് എന്താണെന്നുള്ളത് വളരെ ആഴമായിട്ട് പഠിച്ച് അതിൽ നിന്നും ചില കൺക്ലൂഷൻസ് എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ആഴമായി പഠിക്കുന്നതായ ഈ കാര്യത്തെക്കുറിച്ച് അല്ല ഇവിടെ കർത്താവ് പറയുന്നു. അതായത് തൻ്റെ സൃഷ്ടി ഈ ഭൂമിയിൽ അനവധിയായ കാര്യങ്ങളുണ്ട്, എന്നാൽ അവയിലേക്കാൾ ഉപരിയായിട്ട് പ്രകൃതിയിൽ നിന്നും സാധനാ പാഠങ്ങളായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ സ്വർഗീയമായതിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടി ഉന്നതമായൊരു വിദ്യാഭ്യാസത്തിലേക്ക്, അതായത് ദൈവത്തെ അറിയുക. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി പ്രകാരം ഞാൻ വായിക്കുന്നു. ഇൻ ദീസ് ലെസൺസ് ഡയറക്റ്റ് ഫ്രം നേച്ചർ ദർ ഇസ് എ സിംപ്ലിസിറ്റി ആൻഡ് പ്യൂരിറ്റി that makes them of the highest value.
all need the teaching to be derived from this source. In itself, the beauty of nature leads the soul away from sin and worldly attractions and toward purity, peace and of God. അതായത് ദൈവത്തിലേക്ക്, ദൈവസമാധാനത്തിലേക്ക്, വിശുദ്ധിയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് വേണ്ടത്. അതായത് ഭൗമികമായ അനേക കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെയും എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് എന്താണ്? സ്വർഗീയമായതിനെയാണ്. അതായത് യേശുക്രിസ്തുവിൽ വന്നത് അത് തൻ്റെ പിതാവിൻ്റെ സ്വഭാവം നമ്മെ കാണിക്കുവാൻ വേണ്ടിയാണ്. ആ പിതാവിൻ്റെ സ്വഭാവം നാം ദർശിക്കുവാൻ തക്കവണ്ണം പ്രകൃതിയിൽ നിന്ന് അനവധിയായ കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നമുക്കറിയാം, കർത്താവ് താമരയെക്കുറിച്ച് പറഞ്ഞു. ആ താമരയെക്കുറിച്ച് ഞാനൊരു ശകലം വിവരിക്കുക. അതായത് താമര വളർന്ന് ചേറിലാണ്. അത് അവിടെ നിന്നാണ് അതിൻ്റെ ആവശ്യമായ ന്യൂട്രിയൻസ് എടുക്കുന്നത്. അതുപോലെ വെള്ളത്തിലാണ്. എന്നിരുന്നാലും അതിൽ കാണുന്ന സൗന്ദര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു, അത് ജ്ഞാനിയായ ശലോമോനേക്കാളും മേൽത്തരമായത് എന്ന് പറയുവാൻ തക്കവണ്ണം അതേ പ്രകൃതിയിലുള്ള സൃഷ്ടിയിൽ നിന്ന് നമുക്ക് ഇത് പഠിപ്പാൻ തക്കവണ്ണം സാധിക്കും. ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് വേറൊരു കാര്യം കൂടി പഠിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അതായത് ഈ ഉപമകളിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സ്മാരകമായ ശബത്തിനെക്കുറിച്ച് പഠിപ്പാൻ തക്കവണ്ണം സാധിക്കും. അതായത് ദൈവത്തിൻ്റെ 10 കൽപ്പനകളിലെ 4ാം കൽപ്പനയായ 4ാം കൽപ്പന പറയുന്നത് 6 ദിവസം അധ്വാനത്തിൻ്റെ വേലയൊക്കെയും ചെയ്യുക, 7ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ആ ദിവസം ദൈവം എന്ത് ചെയ്തു? 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു, സകലത്തെയും സൃഷ്ടിച്ചു, 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. അപ്പോൾ ശബത്ത് നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു സ്മാരകമായിട്ട് നൽകിയിരിക്കുന്നു എന്ന് എവിടെ നിന്ന് പഠിക്കാൻ തക്കവണ്ണം സാധിക്കും? പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കണം. ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം നമുക്ക് തരുന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവികമായ പഠനം, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഉപമകളിലൂടെ ശിഷ്യന്മാരോട് അതുപോലെ തന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളോട് പറഞ്ഞത്. കാരണം സ്വർഗീയമായ കാര്യങ്ങളെ അതേ ഭൗമികരായി ജീവിക്കുന്ന നമുക്ക് പഠിപ്പിച്ച് തരുവാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്കറിയാം, ഈ ഭൂമിയിൽ വേല നമുക്കുണ്ട്. വേല അതേ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിലെ വേല എന്തായിരുന്നു? പൂന്തോട്ടത്തിൽ പോവുക, വരിക, അല്ലെങ്കിൽ അത് നോക്കുക, ഇത് നോക്കുക, എന്തായിരുന്നു എന്ന് വേദത്തിൽ പറഞ്ഞില്ല. പക്ഷേ അവർ പൂന്തോട്ടം നോക്കുവാൻ തക്കവണ്ണമാണ് ദൈവം ഏൽപ്പിച്ചത്. അവിടെ കായ് പറിച്ചു, പൂ പറിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് വിവരണം കൊടുത്തിട്ടില്ല. പക്ഷേ ഓരോ വേലയിലും എന്താണ്? സൃഷ്ടിതാവിനെ കാണുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പാൻ തക്കവണ്ണം, ദൈവികമായ കാര്യങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം അവർക്ക് ദൈവം വഴി കൊടുത്തിരുന്നു. അത് പിൽക്കാലത്തും, അതായത് പ്രത്യേകിച്ച് പാപത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? നീ വിയർപ്പോടുകൂടി വേല ചെയ്യും. ഇന്ന് പലരും AC റൂമിനകത്തിരുന്ന് വേല ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും അതെ വിയർപ്പോടുകൂടി അധ്വാനിച്ച് തങ്ങളുടെ ആഹാരം കഴിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ദൈവം ഈ സൃഷ്ടിയിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സൃഷ്ടാവിനെ നാം ഓർക്കുക. ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന അനവധിയായ കാര്യങ്ങൾ ഒന്നാണ് വേല ചെയ്യുക. അത് നിഷ്കർഷയോടുകൂടി വേല ചെയ്യുക. അത് നാം ചെയ്യുന്ന വേല ദൈവഭയത്തിൽ ചെയ്യുക. അതായത് ഇതൊക്കെയും നിയമിച്ചത് ആരാണ്? ദൈവമാണ് എന്നുള്ളത് നാം എപ്പോഴും ഓർക്കുക. അതായത് ഈ കാര്യങ്ങളൊക്കെയും പഠിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു വിഷയം എന്താണ്? മറ്റൊന്നുമല്ല, അതായത് ദൈവമാണ് നമ്മുടെ ഉപദേശകൻ, ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്, ദൈവമാണ് നമുക്ക് എല്ലാറ്റിനും ഉപരിയായിട്ട് നാം കരുതേണ്ടത്. അപ്പോൾ ആ ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണമാണ് ഈ സാധനാപാഠങ്ങളായിട്ട് ഉപമകളിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച ഈ ഉപമകൾ നാം പഠിക്കുമ്പോൾ അത് നമുക്ക് അതെപ്പോഴും നമ്മുടെ മനസ്സിരിക്കണം. അതായത് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, 54:13 ഞാൻ വായിക്കുന്നു, നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കാം. അപ്പം ഈ ഭൂമിയിൽ യേശുക്രിസ്തു മനുഷ്യൻ്റേതായ തിയറികളൊന്നും പഠിപ്പിച്ചില്ല. അല്ലെങ്കിൽ അവരെ എല്ലാവർക്കും നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പരീശന്മാരുണ്ടായിരുന്നു, ന്യായശാസ്ത്രികളുണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനം അന്നുണ്ടായിരുന്ന ആ എഴുത്തുകളെ അതിനെ
കുറേ കൂടി വിപുലീകരിച്ച് കാണിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതിന് നിയമങ്ങളും ഉപനിയമങ്ങളും ഒക്കെയും ഉണ്ടാക്കി അവരെ പഠിപ്പിച്ചു. എന്നാൽ അതൊക്കെയും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അവർ ദൈവത്തെ ആണ് നയിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിലേക്കാണ് നയിക്കുന്നുള്ള ഭാവേന ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ യെശയ്യാവ് പറയുന്നത്, നിൻ്റെ മക്കളെല്ലാവരും ആരാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം? യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കണം. അതേ മുമ്പേ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. അതായത് പ്രവാചകനായ ഏലിയാവ്, അതുപോലെ എലീഷ, ഈ പ്രവാചകന്മാരുടെ എലീഷയുടെ കാലത്താണ് പ്രവാചക പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത്. അപ്പോൾ ഈ പ്രവാചക പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? അവർ കൂടുതലോട്, അതായത് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനും ദൈവവചനത്തെ പഠിക്കുന്നതിനുമുള്ളതായ ഒരു പ്രവണത അവർക്കുണ്ടാകണം. അതിനുവേണ്ടിയായിരുന്നു. അതാണ് പ്രവാചക പള്ളിക്കൂടങ്ങൾ പിന്നീട് അനവധിയായ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുവാനൊക്കെ ഇടയായിത്തീർന്നു. അവിടെ പഠിച്ച അനേകം, അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ ദാവീദ് അവിടെ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, ഇവിടെ യെശയ്യാവ് പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ മനുഷ്യർക്ക് സമാധാനമുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ തക്കവണ്ണം ആണ് സാധനാ പാഠങ്ങളായിട്ട് ഉപമകൾ നമുക്ക് യേശുക്രിസ്തു നൽകിയത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ അനവധിയായതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളിൽ, പ്രമുഖമായ ചില കാര്യങ്ങളൊക്കെയും ഉപമകൾ നാം തുടർന്ന് പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അതായത് ഇവിടെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 2 കൊരിന്ത്യർ 7:24 ഇപ്രകാരം വായിക്കുന്നു, സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും അത് നമുക്ക് കാണിച്ചു തരുവാനും, പ്രത്യേകിച്ച് ഫിലിപ്പോസ് എന്ന് പറയുന്നതായ ശിഷ്യൻ ഈ ദൈവത്തെ ഞങ്ങൾ കാണിച്ചു തരുമ്പോൾ എന്നെ കണ്ടവർ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തു ഇതൊക്കെയും പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ സ്വർഗീയമായതിനെ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അതായത് മനുഷ്യൻ്റെ കണ്ണ്, അവൻ്റെ ചെവിയും അവൻ്റെ കണ്ണും കുരുടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഞാൻ വീണ്ടും എടുത്തു വായിക്കുകയാണ്. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ അവൻ ഉപമകളായി അവരോട് സംസാരിച്ചു. കാരണം പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കുകയില്ല താനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അതുകൊണ്ട് കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് തിരുവചനം അനുശാസിക്കുന്നു. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയരെ, നിങ്ങൾ ഇനിയും തുടർന്ന് നാം ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അത് കൂടുതലായി പഠിച്ച് മനസ്സിലാക്കി സ്വർഗീയമായത് ദർശിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അനേക ഉപമകളിലൂടെ സ്വർഗീയമായതിനെ പഠിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് പഠിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, അവിടുത്തെ വരവനായി ഒരുക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടമനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഒരു പ്രാവശ്യം കൂടി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായി പഠിപ്പാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതായ മേൽവിലാസത്തിൽ എഴുതി അറിയിക്കുക. കണിശമായിട്ടും ഞങ്ങൾ നിങ്ങളോട് മറുപടി നൽകുന്നതായിരിക്കും, നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും എന്ന് ഞാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.